നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിപത്തുകൾ എന്തെല്ലാം. മെയിൻ കാരണം മരണമാണ്. ഒരാളുടെ മരണം കാണാൻ ഒത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഹൃദ്രോഗികൾക്കും സമയോചിതമായിട്ടുള്ളൊരു പരിപാലനം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവൻ രക്ഷിക്കാനും അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം പറയാൻ ഞാൻ ഡോക്ടർ ത്രിദീപ് സാഗർ, കൺസൾട്ടന്റ് ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ്. ഒരു ഹൃദ്രോഗ പരിപാലനത്തിന് വേണ്ടി പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ നേരത്തെ കുറച്ച് റീൽസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സാധാരണ രീതിയിലുള്ള വ്യായാമം, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനുള്ള പ്രധാനപ്പെട്ട വിഷയം ഭക്ഷണ രീതി. ഇനി ഒരു ഹൃദ്രോഗിയാണെന്നുണ്ടെങ്കിൽ സമയോചിതമായിട്ടുള്ള വ്യായാമവും ഭക്ഷണരീതിയും മരുന്ന് കഴിപ്പും ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഹൃദ്രോഗം വരാതെ നോക്കാൻ പറ്റും. അതുമൂലം ഉണ്ടാകുന്ന അപകടത്തെ ചെറുത്തു നൽകാനും പറ്റും. പ്രധാനപ്പെട്ട പുതിയ ഒരു ഇന്നോവേഷനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ് ലേസർ ചികിത്സ. ലേസർ ചികിത്സ ഒരു അതിനൂതന വ്യവസ്ഥയാണ് രക്തക്കുഴലിനകത്തുള്ള അസുഖത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. എങ്കിൽ എന്തെല്ലാം അസുഖങ്ങളെ നമുക്ക് ചികിത്സിക്കാം. എല്ലാവരും, എല്ലാ രോഗികളും തലങ്ങും വിലങ്ങും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നതാണ്, സാർ ഇവിടെ ലേസർ ഉണ്ടോ, ഇവിടെ ലേസർ ചെയ്യില്ലേ, അവിടെ ലേസർ ചെയ്യില്ലേ. ദയവായി നിങ്ങൾ മനസ്സിലാക്കണം, ലേസർ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു പ്രക്രിയ അല്ല. പ്രാധാന്യമുണ്ട്, അതേപോലെ തന്നെ നൂതന വ്യവസ്ഥകളാണ്. ഈ ലേസർ ചികിത്സ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു കട്ടി കൂടിയ കാൽസ്യം രക്തക്കുഴലിനകത്ത് ഒട്ടിപ്പിടിക്കുകയും അത് സാധാരണഗതിയിൽ വയർ പാസ് ചെയ്ത് മുറിച്ച് അഥവാ ഗ്രൈൻഡ് ചെയ്ത് നീക്കം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ലേസർ ചികിത്സ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ ലേസർ ചികിത്സ അതിനൂതന ചികിത്സ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യത്തിനെ ഒരുക്കി കളയാനും സാധിക്കുന്നതാണ്. ഈ അതിനൂതന ചികിത്സയുടെ ചെലവ് ഏറിയ ഒരു സംഭവമാണ്, ഒരു ചെലവ് ഏറിയ സംഭവം. അതുപോലെ ലേസർ മൂലം ഉണ്ടാകുന്ന റേഡിയേഷൻ, ഇതെല്ലാം നമ്മൾ മനസ്സിൽ ധരിച്ചിട്ട് വേണം ഒരു ലേസർ ചികിത്സയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ബേസിക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ശസ്ത്രക്രിയ, സ്റ്റെൻറ്റ് എന്നിവ പണ്ട് തൊട്ടേ ഉള്ള ചില ചികിത്സാവിധികളാണ്. ഈ ചികിത്സാവിധി ചെയ്ത ശേഷം ഒരു സക്സസ് ലഭിക്കാത്ത കേസുകളുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു ബലൂൺ ശസ്ത്രക്രിയ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രക്തനാഡികളുണ്ടെങ്കിൽ ആ രക്തനാഡികളുടെ അസുഖത്തെ ചികിത്സിക്കാനാണ് ലേസർ ചികിത്സയുള്ളത്. അതുകൊണ്ട് ദയവായി സുഹൃത്തുക്കളെ, ലേസർ ചികിത്സ എന്ന് പറഞ്ഞ് ചാടി പുറപ്പെടരുത്. ലേസർ ചികിത്സയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ട്. ലേസർ ചികിത്സ എത്ര കണ്ട് ഗുണമേന്മ ഉണ്ട് എന്നുള്ളത് പരിശീലന വിധേയമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കുറേ ട്രയൽസും സ്റ്റഡീസും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തിലൂടെയാണ് ഈ ലേസർ ചികിത്സയുടെ പൂർണ്ണ സക്സസ് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ലേസർ ചികിത്സ മാത്രം കൊണ്ട് ഒരു ചികിത്സാവിധി അതിനൂതനമായി പൂർണ്ണ സക്സസ്സായി കിട്ടണമെന്ന് നിർബന്ധമില്ല. ഡെഫിനറ്റ്ലി ഒരു ആൻജിയോഗ്രാം ചെയ്തു, ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, മതിയോ, ജീവൻ രക്ഷിച്ചോ? പല ആൾക്കാരും ചോദിക്കും, സാറേ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ആൻജിയോപ്ലാസ്റ്റി ഒരു ചികിത്സാവിധിയാണ്. ഒരു ചികിത്സാവിധി ചെയ്ത ശേഷം അനുബന്ധമായി മരുന്ന് കഴിക്കുകയും അതേപോലെ തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് പൂർണ്ണ രീതിയിൽ ഹൃദയ സംരക്ഷണം നടക്കുകയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഒരു ഹൃദ്രോഗിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഒരു ഹൃദ്രോഗം വരാതെ നോക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അതേപോലെ തന്നെ ഒരു ഹൃദ്രോഗം വന്നാൽ അതിൻ്റെ ചികിത്സ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ഒരു ബൈപ്പാസോ മാത്രമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടില്ല. ദയവായി മനസ്സിലാക്കുക, അതൊരു ചികിത്സാവിധി മാത്രമാണ്. ഈ ചികിത്സാവിധിക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം.